ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരേ സാലറി കിട്ടുന്ന രണ്ട് വ്യക്തികൾ 10 വർഷത്തിന് ശേഷം ഒരാളുടെ കയ്യിൽ 50 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. മറ്റേയാൾ 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു പോയിരുന്നേ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കയ്യിലൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ വ്യത്യാസം ഇവരുടെ ഇംഗത്തിലല്ല, മറിച്ച് അവിടെ ഒരാൾ വരുത്തി വെച്ചിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ട ചില മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. നിങ്ങൾ SIP-യിലേക്കോ മ്യൂച്വൽ ഫണ്ടിലേക്കോ സ്റ്റോക്കിലേക്കോ ക്രിപ്റ്റോയിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ തുടങ്ങാൻ പ്ലാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ വരുത്തി വെക്കുന്ന അവരുടെ ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്നും അത് എങ്ങനെ ഒഴിവാക്കാമെന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നതിലൂടെ വർഷങ്ങളോളമുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ മുഹമ്മദ് അഫ്താബ്. ഇത് നമ്മുടെ ഇൻവെസ്റ്റിംഗ് സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിലുള്ള മണി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഒരു ഫൗണ്ടേഷൻ നമുക്ക് വേണം. കാരണം ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റിംഗിലേക്കും ട്രേഡിങ്ങിലേക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ല തറ കെട്ടാതെ ഒരു വീട് പണിത പോലെ ആയിരിക്കും. ഏത് നിമിഷം വേണമെങ്കിലും തകർന്ന് ഇല്ലാതെയാവാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന മിസ്റ്റേക്ക് ആണ് ഇൻവെസ്റ്റിംഗ് വിത്തൗട്ട് ആൻ എമർജൻസി ഫണ്ട്. ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണിത്. നമുക്കൊരു 50,000 രൂപ സാലറി ഉണ്ടാവും. നമ്മുടെ എക്സ്പെൻസുകൾ ഒരു 30,000-ൽ ഒതുങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന 20,000 രൂപയും എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ആരൊക്കെയോ എവിടേക്കോ പറഞ്ഞു കേട്ടുള്ള ഇൻവെസ്റ്റിംഗ് ആണ് നമ്മളെ വെൽത്തിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നതിന്റെ പുറത്തായിരിക്കും ഇവരിത് ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ കയ്യിലൊരു എമർജൻസി ഫണ്ട് ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും സഡൻ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ എമർജൻസി, അതല്ലെങ്കിൽ കാറിനൊരു കംപ്ലൈന്റ്, നമ്മുടെ ഫാമിലിക്ക് ഒരു ഇഷ്യൂ, അതല്ലെങ്കിൽ ജോബ് പെട്ടെന്ന് പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്, എമർജൻസീസ് വരിക. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അത് SIP ആയിരിക്കാം, മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം, സ്റ്റോക്ക് ആയിരിക്കാം, എന്തോ ആവട്ടെ, അത് നമ്മളൊരു റോങ് ആയുള്ള ടൈമിൽ സെല് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ക്യാഷ് ആക്കി മാറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഏകദേശം ഒരു 3 മുതൽ 6 മാസം വരെ നിങ്ങൾക്ക് ഇൻകം ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടായിരിക്കണം ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ് ഓർ മ്യൂച്വൽ ഫണ്ട് ഓർ SIP, ക്രിപ്റ്റോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ സേഫ്റ്റിയിലാണ്. അതിനുശേഷമായിരിക്കണം നമ്മുടെ വെൽത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് മിസ്റ്റേക്ക് ആണ് ഇൻവെസ്റ്റിംഗ് യുവർ മണി യു നീഡ് സൂൺ. നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു കാറ് വാങ്ങിക്കണം, അതല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ഫീ കെട്ടണം, അതല്ലെങ്കിൽ ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു വീട് പണിയണം. ഇങ്ങനെയുള്ള വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്റ്റോക്സിലേക്കോ SIP-യിലേക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്കോ ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കരുത്. പ്രത്യേകിച്ച് വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്സിലേക്കൊന്നും ഒരിക്കലും ഇതുപോലുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ക്രിപ്റ്റോയിലേക്കും ചെയ്യരുത്. ഏത് നിമിഷം വേണമെങ്കിലും മാർക്കറ്റ് താഴേക്കും മുകളിലേക്കും ഒക്കെ പോവാം. നമുക്ക് ഏകദേശം ഒരു 5 വർഷത്തേക്കെങ്കിലും നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ആവശ്യമില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. മാത്രം നിങ്ങൾ ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റുക മിനിമം ഒരു 5 വർഷത്തേക്കെങ്കിലും നമ്മുടെ എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴാണ്. മൂന്നാമത്തെ മിസ്റ്റേക്ക് ആണ് ഫോളോയിങ് സോഷ്യൽ മീഡിയ ടിപ്സ് ബ്ലൈൻഡ്ലി. ചില ആളുകൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇരുന്നിട്ട് പറയും, ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്തോളൂ, അതല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇട്ടോളൂ, അതല്ലെങ്കിൽ ഈ ഒരു ക്രിപ്റ്റോ ബൈ ചെയ്തോളൂ, ഇതൊരു 100x പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരുപാട് തരത്തിലുള്ള വീഡിയോസും റീൽസും ഷോർട്സ് ഒക്കെ നമ്മൾ കാണാറുണ്ടാവും. അത് കണ്ണുമടച്ച് വിശ്വസിച്ചിട്ട് പല ആളുകളും അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ബിഗിനേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഈ ഒരു കാര്യം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഒരു കാര്യം മനസ്സിൽ വെക്കുക, മറ്റൊരാളുടെ എക്സൈറ്റ്മെന്റിന്റെ പുറത്തായിരിക്കരുത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന സ്റ്റോക്സിലേക്കും ക്രിപ്റ്റോയിലേക്കും മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് പോവുക. നാലാമത്തെ മിസ്റ്റേക്ക് ആണ് ട്രൈങ് ടു ഗെറ്റ് റിച്ച് ക്വിക്ലി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകൾക്കും, അതല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും വേണ്ടത് ഫാസ്റ്റ് മണിയാണ്. ഇന്നൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് അത് ഇരട്ടിയാവണം, അല്ലെങ്കിൽ 1 ലക്ഷം ഇട്ട് ഡെയിലി 10,000 വേണം. ഫാസ്റ്റ് മണിയാണ് ഇന്ന് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്കാം ചെയ്യപ്പെടുന്നതും. ഒരു വലിയ പ്രോഫിറ്റ് ആരെങ്കിലും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ഉറപ്പായിട്ടും ഒരു സ്കാം ആയിരിക്കും. യഥാർത്ഥ സമ്പത്ത് വളരുന്നത് പേഷ്യൻസിലൂടെയാണ്. കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം, വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് വേണം, ഡിസിപ്ലിൻ വേണം, കൺസിസ്റ്റൻസിയും വേണം. ചെറിയ ചെറിയ എമൗണ്ടുകൾ ഒരുപാട് സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു വലിയ വെൽത്ത് ക്രിയേറ്റ് ആവുന്നത്. അതല്ലാതെ
ഒരു ഓവർനൈറ്റ് കൊണ്ട് സമ്പന്നരായ ആളുകൾ ഇൻവെസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല. അഞ്ചാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് നോട്ട് ഡൈവേഴ്സിഫൈയിങ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, ഏതെങ്കിലും ഒരു ക്രിപ്റ്റോയില് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റോക്കില് നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് എമൗണ്ടും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നാളെ ആ ഒരു സ്പെസിഫിക് സ്റ്റോക്കിന് അതിൽ ആ ഒരു സ്പെസിഫിക് ടോക്കണെ കോയിനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കംപ്ലീറ്റ് എമൗണ്ടും നഷ്ടപ്പെടും. നേരെ മറിച്ച് നിങ്ങളത് ഡൈവേഴ്സിഫൈ ചെയ്ത് പല കാറ്റഗറിയിലായി പല കാറ്റഗറിയിലും വരുന്ന ക്രിപ്റ്റോയിലേക്ക് അതല്ലെങ്കിൽ പല കാറ്റഗറിയിൽ വരുന്ന സ്റ്റോക്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മേഖല തകർന്നാൽ മറ്റൊരു മേഖല നിങ്ങളെ പിടിച്ചു നിർത്താനുണ്ടാവും. അറിയാലോ, മാർക്കറ്റിൽ എപ്പോഴും നല്ലത് മാത്രമായിരിക്കില്ല സംഭവിക്കുക. ആറാമത്തെ മിസ്റ്റേക്ക് ആണ് ഇൻവെസ്റ്റിംഗ് വിത്തൗട്ട് ലേണിംഗ് ബേസിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പല ഗാഡ്ജറ്റുകളും ഒരു മൊബൈൽ ഫോൺ വാങ്ങണമെങ്കിൽ വരെ മാസങ്ങളോളം റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു മൊബൈൽ ഫോൺ വരെ വാങ്ങുക. അതിന്റെ ക്യാമറ, അതിന്റെ പെർഫോമൻസ്, അതിന്റെ ബാറ്ററി ബാക്കപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പല വീഡിയോസും കണ്ട് പലയിടത്തും ചോദിച്ച് പല ആളുകളോടും അന്വേഷിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുക. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മുടെ കയ്യിലെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പല ആളുകളും കൂടുതലൊന്നും അന്വേഷിക്കാറില്ല, കൂടുതലൊന്നും ആലോചിക്കാറില്ല. അവരപ്പോൾ അവരുടെ മുമ്പിൽ കാണുക കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് മാത്രമായിരിക്കും. ഒരിക്കലും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് നമ്മളൊന്നും പഠിക്കാതെ ഒരു കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കരുത്, ഒരു കാര്യത്തിലേക്കും ഇൻവെസ്റ്റ് ചെയ്യരുത്. സമയമെടുത്ത് പഠിച്ച് തന്നെ വേണം ഇൻവെസ്റ്റിംഗിലേക്ക് ഇറങ്ങാൻ. എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഇവിടെ ക്യാഷ് മാനേജ് ചെയ്യുന്ന ആരാണ്? ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? SIP സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു? SIP എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു? സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? അതുപോലെ തന്നെ ഇവിടേക്കുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? നമുക്ക് പോസിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് എന്തൊക്കെയാണ്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈം എടുത്ത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റിംഗിലേക്ക് ഇറങ്ങുക. ഏഴാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് ലെറ്റിംഗ് ഇമോഷൻസ് കൺട്രോൾ ഡിസിഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ, മാർക്കറ്റ് നല്ല ഹൈപ്പിലേക്ക് എത്തുന്നുണ്ടെന്ന ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ, ഗോൾഡിന് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് കണ്ടു കഴിയുമ്പോഴായിരിക്കും പല ആളുകളും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ത്വര കൂടിക്കൊണ്ടിരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് 1,30,000 എത്തി, 1,20,000 എത്തിക്കൊണ്ടിരിക്കുന്നു, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വേഗം ഓടിച്ചെന്ന് എന്ത് ചെയ്യും? ആ ഒരു പീക്ക് സ്റ്റേജിൽ ആ ഒരു ഹൈ പ്രൈസിൽ എന്ത് ചെയ്യും? ബൈ ചെയ്ത് വെക്കും. ഇപ്പൊ ഏകദേശം ഒരു 2 മാസം മുമ്പ് നടന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ എത്രയാണ് പ്രൈസ്? ഒരു 2 മാസം മുമ്പ് എത്രയായിരുന്നു ഗോൾഡിന്റെ പ്രൈസ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. പല സ്റ്റോക്സിന്റെയും പല ക്രിപ്റ്റോന്റെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നല്ലൊരു പ്രൈസിലേക്ക് പോകുന്നുണ്ടെന്ന് കാണുമ്പോഴായിരിക്കും അതിന്റെ പീക്ക് ടൈമിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിന്റെ പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്, ഒരു ക്രിപ്റ്റോ വാങ്ങി വെച്ചിട്ടുണ്ട്, അതിന്റെ പ്രൈസ് താഴേക്ക് പോകാന്ന് കാണുമ്പോൾ പാനിക്കാവും. അങ്ങനെ പാനിക് സെൽ ഉണ്ടാവും. അവിടെയും നമുക്ക് നഷ്ടമാണ് വരുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും നമ്മുടെ ഇമോഷൻസിന്റെ പുറത്ത് ഒരിക്കലും ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ് എടുക്കാറില്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ അവർക്കുണ്ടാവും. അതിലൂടെ മാത്രമേ അവർ പോവുള്ളൂ. ആ പ്ലാൻ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും? ഫോളോ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 7 മിസ്റ്റേക്സ് ആണ് പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് ആയിട്ടുള്ളത്. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളിത് അവോയ്ഡ് ചെയ്ത് ഇൻവെസ്റ്റിംഗിലേക്ക് കടക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആയിട്ട് മാറാൻ സാധിക്കും. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ഒരു നല്ല ക്രിപ്റ്റോ കറൻസി കണ്ടുപിടിക്കുക, ഇതൊന്നുമല്ല. ഇതുപോലെ ചില മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക, ഇമോഷൻസിനെ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് വിടാതിരിക്കുക, നമ്മുടെ പണം വളരാനുള്ള സമയം അതിന് കൊടുക്കുക. ഇതൊക്കെയാണ്. നിങ്ങൾ ഇതുപോലുള്ള അറിവുകളിലൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേണി വളരെ ഈസി ആയിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേണി ഈസി ആക്കാനാണ്, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് തരാനാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസിൽ വരുന്ന അടുത്ത ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് SIP എങ്ങനെ വർക്ക് ചെയ്യുന്നു, മാസവും അറ്റ്ലീസ്റ്റ് 500 rupees എങ്കിലും SIP-യിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് SIP-യിലൂടെ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നല്ലൊരു വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. സോ മിസ് ചെയ്യാതിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ see you in the next video.